പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. യോധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ. മുംബൈയിലായിരുന്നു അന്ത്യം. മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി KP സുരേഷ് കുമാർ ചേരുകയാണ്. KP, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വളരെ വിശദമായി തന്നെ പരിശോധിച്ചൊരു വാർത്തയാണിത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ഇവിടെ നിന്നും ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ രഞ്ജി പണിക്കർ അടക്കമുള്ള സംവിധായകരെല്ലാം ആദ്യമായായിരുന്നു ഈ വാർത്ത കേൾക്കുന്നത്. വിങ്ങിപ്പൊട്ടുന്നൊരു അവസ്ഥയിലോട്ടാണ് പോയത്. പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് സഹപ്രവർത്തകരെല്ലാം മാറുന്നൊരു കാഴ്ച. അത്രത്തോളം വലിയൊരു സ്ഥാനം തന്നെയല്ലേ സംഗീത് ശിവൻ മലയാള സിനിമയിൽ സൃഷ്ടിച്ചത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിപ്രഭാവം പ്രദർശിപ്പിച്ച ഒരു അതുല്യ സംവിധായകനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് പറയാം. ദേവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം, ആ ഒരു എളിമ, അത് തന്നെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം അത്രത്തോളം ഹൃദ്യമായ രീതിയിൽ പെരുമാറുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ലാളിത്യം, അദ്ദേഹത്തിന്റെ സിനിമ എത്രത്തോളം മനോഹരമാണോ, എത്രത്തോളം ഹൃദ്യമാണോ ഓരോ പ്രേക്ഷകർക്കും, അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ സംബന്ധിച്ച്, അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഹൃദ്യമാകുന്നത്. അദ്ദേഹത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മലയാള സിനിമയിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര അദ്ദേഹം ക്യാമറ കൊണ്ടും സംവിധാനം കൊണ്ടും നിർമ്മാണം കൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രശസ്ത ഛായാഗ്രഹനായ ശിവന്റെ മകനാണ് അദ്ദേഹം അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത്. 1976 അച്ഛനോടൊപ്പം അദ്ദേഹം പരസ്യ ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കാൽവെപ്പ്. പിന്നീട് അനവധി പരസ്യ ചിത്രങ്ങളും ഡോക്യുമെന്ററികളുമാണ് അദ്ദേഹം നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും. ഏറ്റവും ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചിരിക്കുന്നു. യോധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് അദ്ദേഹം. മുംബൈയിലായിരുന്നു അന്ത്യം. മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. കൾച്ചറൽ ഡെസ്കിൽ നിന്ന് KP സുരേഷാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്.